ഈ ഓണനാളിൽ മലയാളികൾക്കേറെ ആദരവും ബഹുമാനവുമുള്ള, എനിക്ക് വ്യക്തിപരമായി ഒരുപാട് ഇഷ്ടമുള്ള മലയാളത്തിൻ്റെ സ്വന്തം മധുസാറാണ് അതിഥിയായി എത്തിയിരിക്കുന്നത്. കുറച്ച് സമയം സംസാരിക്കാൻ കിട്ടിയതിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓണക്കാലമാണല്ലോ ഇപ്പം. അപ്പം ഓണം എന്ന് പറയുന്നത് കുടുംബം, ഒത്തുചേരൽ, അതെല്ലാം ആണ് മലയാളികളെ സംബന്ധിച്ച്. അപ്പം സാറിൻ്റെ മുത്തശ്ശിയായിട്ടുള്ളൊരു അടുപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്. സാറ് പലയിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്. മുത്തശ്ശിയായിട്ട് എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? മുത്തശ്ശിയായിരുന്നു അവളിനോൾ. അച്ഛൻ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും വഴക്ക് പറയുകയും തല്ലുകയും ചെയ്യുമായിരുന്നു. അമ്മ എൻ്റെ ദൂഷ്യമെല്ലാം അച്ഛനോട് പറയുമായിരുന്നു, കൂടുതലെല്ലാം വാങ്ങിച്ചു തരുമായിരുന്നു. ഇപ്പോൾ ഒരു ആശ്വാസം മുത്തശ്ശിയായിരുന്നു. ആശ്വാസമല്ല, എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മുത്തശ്ശി തന്നെയാണ്. അമ്മ ജസ്റ്റ് ഒരു 2-3 വയസ്സ് പ്രായം കൂടുതലുള്ളൊരു ചേച്ചിയെ പോലെയായിരുന്നു. അങ്ങനെയായിരുന്നു. അമ്മ എപ്പോഴും കുറ്റങ്ങൾ അച്ഛനോട് പറഞ്ഞ് വഴക്ക് വാങ്ങിച്ചു തരും. അമ്മയും മക്കളും. ഇവർ 4 പേര് പെങ്ങന്മാരെങ്ങനെയായിരുന്നു? പെങ്ങന്മാർ എല്ലാവരും അങ്ങനെയല്ല, 1-2 പേര് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അവരെ കുറ്റമല്ല. ഞാനും വല്ല തല്ലുമെല്ലാം കൊടുത്താൽ അവർ പറയും പരാതി, തെറ്റൊന്നുമില്ലല്ലേ. അപ്പോൾ ഈ മേയറൊക്കെ ആയിരുന്ന ഒരാളായിരുന്നല്ലോ അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ എങ്ങനെയാണ് സാറുമായിട്ട് സാറിൻ്റെ ഒരു സ്വഭാവത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലെല്ലാം അച്ഛൻ്റെ എല്ലാത്തിനും ദേഷ്യപ്പെടുകയും തല്ലുകയും ചെയ്താൽ മകൻ നന്നാവുമെന്ന് വിചാരിച്ച് വളർത്തിയത് തന്നെ. നന്നായല്ലോ, ഞങ്ങൾക്കെല്ലാം അഭിമാനമായി സാറ് മാറിയല്ലോ. അതെല്ലാം ആ തല്ലുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ മാതാപിതാക്കളോട് അങ്ങനെ തല്ലിയല്ല വളർത്തേണ്ടത്, അതല്ല പാരൻറ്റിങ് എന്നാണോ സാർ? അല്ല, തല്ലിയല്ല വളർത്തേണ്ടത്. ഇപ്പോഴും ഞാൻ അച്ഛനിപ്പോൾ ഇല്ല, എന്നാലും ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും. ഈ ജീവിതത്തിൽ എപ്പോഴും അച്ഛൻ എന്നെ ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടു നടത്തിയിരുന്നെങ്കിൽ ഞാനൊരു വ്യത്യസ്തനായ മനുഷ്യനാവില്ലായിരുന്നു, കുറേ കൂടെ സ്നേഹിക്കാൻ പഠിക്കില്ലായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അതെ, സാറ് സ്നേഹിക്കുന്നതിലൊന്നും ഒരു കുറവുമില്ല കേട്ടോ. എല്ലാ മനുഷ്യരെയും വളരെ നന്നായി സ്നേഹിക്കുന്ന, പരിചയപ്പെടുന്നവർക്കെല്ലാം മനസ്സിൽ സാറിനെ എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റും. പിന്നെ കുട്ടിക്കാലത്ത് ഓണമൊക്കെ എങ്ങനെയായിരുന്നു സാർ? കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് യാത്രപ്പൂക്കളമാണ്. യാത്രപ്പൂക്കളം എന്ന് പറയുമ്പം പൂ പറിക്കാൻ വേണ്ടി കണ്ടവൻ്റെ മതിലടി, ചില അടിയൊന്നും കൊള്ളില്ല, ചിലപ്പോൾ എറിയൊക്കെ കൊള്ളും. അങ്ങനെ പൂ പറിച്ച് നടന്നിട്ട് എനിക്ക് വേണ്ടി മാത്രമല്ല, ബാക്കി അയൽവക്കത്തുള്ളാകുമ്പോൾ എല്ലാവരും കൊണ്ട് ഇങ്ങനെ പല വീടുകളിലും പല മുറ്റത്ത് കയറി അവരുടെ ചെടികളിൽ നിന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് യാത്രപ്പൂക്കളാടുമായിരുന്നു. ഈ ഗൗരീശവട്ടത്തെ വീട്ടിൽ ഗൗരീശവട്ടം. പിന്നെ ഓർമ്മ വരുന്നത് ഊഞ്ഞാലാണ്. ഊഞ്ഞാൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലൊരു പുളിമരമുണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യമായിട്ടൊരു പുളിമരം ആ ഏരിയയിലൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങളൊരു ഊഞ്ഞാലവിടെ ഇട്ടാൽ നാട്ടുകാരുടെ ഊഞ്ഞാലായിട്ട് മാറും. ഓ, എല്ലാവരും വരും? എല്ലാവരും വരും. 10 ദിവസവും കാണുമോ ഈ അവധി ദിവസം എല്ലാം? അല്ല, അത് 10 ദിവസം ചിലപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഒക്കെ ഉണ്ടെന്ന് വരും. പിന്നെ കൂടുതൽ ആട്ടം വരുമ്പോൾ ദേഷ്യം വന്നിട്ട് പേരൻസ് ആരെങ്കിലും അഴിച്ചു കളയുന്നത്. എല്ലാവരും കൂടെ കഴിയുമ്പോഴേ അറിയാം നേരെ അഴിച്ചു കളയും. നേരത്തെ അത് പ്രതീക്ഷിച്ചിരുന്നിരിക്കുമായിരുന്നു. ഈ 4 പെങ്ങന്മാരുടെ അടുത്ത് എങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, നമ്മുടെ സിനിമയിലെ ഹിറ്റ്ലർ മാധവൻകുട്ടിയെ പോലെ ഒരു ചേട്ടനായിരുന്നോ, അതോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ചേട്ടനായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരും ആ പ്രായത്തിൻ്റെ ഇതനുസരിച്ചിട്ട് ഏറ്റവും മൂത്തവളായിട്ട് എപ്പോഴും ഉടക്കായിരുന്നു, രണ്ടാമത്തവളായിട്ട് അത്രയും വിലയില്ല. പിന്നെ അതിന് ശേഷമുള്ള 2 പേരെടുത്ത് വളരെ വാത്സല്യത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്. അവരിങ്ങോട്ടോ? അങ്ങനെ ഇങ്ങോട്ട് തന്നെ. സാറ് തിരുവനന്തപുരത്ത് നിന്നും പഠനത്തിനായിട്ട് ബനാറസിലേക്ക് പോകുന്നു. അതെ, ഇവിടെ ഞാൻ BA പഠിച്ചുകൊണ്ടിരുന്നത് ഹിന്ദിയാണ്. ഞാൻ സബ്ജക്റ്റ് ഹിന്ദിയായിരുന്നു. ഇവിടെ അന്ന് BA വരെ ഉള്ളൂ, MA ഇല്ല കേരളത്തിൽ സൗത്ത് ഇന്ത്യയിലെന്ന് പറയാം. അപ്പോൾ അങ്ങനെ MAക്ക് ഞാൻ ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ BHUവിൽ. ആ സമയത്താണോ കല്യാണം? ഭഗവാനെ, അത് കഴിഞ്ഞ് 2 കൊല്ലം പഠിപ്പിച്ച് പിന്നെ 3 കൊല്ലം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയെ പഠിച്ച് സിനിമയിൽ വന്ന് എന്നിട്ടാണ് കല്യാണം. മുറപ്പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എപ്പോഴാണ് തീരുമാനിക്കുന്നത്? മുറപ്പെണ്ണല്ല, ഒരു ബന്ധത്തിലുള്ള അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ലായിരുന്നു. എന്നാലും ഇത് മതി വിവാഹം എന്ന്, അല്ലെങ്കിൽ ഇയാളെ വിവാഹം കഴിക്കാം എന്നൊരു തോന്നിയിരുന്നു. കൊച്ചിൽ തോന്നിയിരുന്നു. ആണല്ലേ?
ചൈൽഡ് ഒരു ഒരു കുട്ടിക്കാലം തൊട്ടുള്ള കുട്ടിക്കാലം തൊട്ട് പ്രണയമാണ്. എനിക്ക് മനസ്സുകൊണ്ട് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇവളെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു. എന്നിട്ട് പിന്നീട് പഠനമെല്ലാം കഴിഞ്ഞ് വന്ന് ജോലിയും ചെയ്ത് NSDയിലും പോയി വന്നതിന് ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അതെ. ഞാൻ എപ്പോഴും സാറിനെ കാണുമ്പം സാറും തങ്കമ്മയും തമ്മിലുള്ള ആ സ്നേഹം ഇപ്പോഴും എനിക്ക് വലിയൊരു സന്തോഷം തോന്നാറുണ്ട്. ഇവിടെ വരുമ്പോഴെല്ലാം ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് അമ്മ ചായ ഇട്ട് തരുന്നതായാലും പലഹാരങ്ങൾ തരുന്നതായാലും. പിന്നീട് അമ്മയുടെ മരണശേഷം സാറ് അതിനുശേഷം ഞാൻ പരിപാടികൾക്കൊക്കെ ക്ഷണിക്കാൻ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം കാറ് വന്ന് വെളിയിൽ കിടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാറിങ്ങനെ നടന്നു വന്ന് ഈ മുറിയിൽ തങ്കം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സാറ് പോകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പം 6 പതിറ്റാണ്ട് സിനിമയിൽ സാറ് നിറഞ്ഞ് നിന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം മലയാള സിനിമയിലൂടെയുള്ള ജീവിതം, മലയാള സിനിമയുടെ വളർച്ചയെന്ന് പറഞ്ഞാൽ അത് സാറിൻ്റെ കൂടി ഒരു ഗ്രോത്തും മലയാള സിനിമയുടെ ഗ്രോത്തും എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒന്നാണ്. സാറൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിൻ്റെ സിനിമാ യാത്രയും അതുപോലെ തന്നെ മലയാള സിനിമയുടെ ഒരു വളർച്ചയും എങ്ങനെയാണ്? തിരിഞ്ഞു നോക്കാതിരുന്ന പോലെ എങ്ങനെ? അങ്ങനെ തിരിഞ്ഞു നോക്കി ഒന്നും കാണാനൊക്കില്ല. കാരണം ഇത് ഓരോ ദിവസവും സംഭവിക്കുന്നതാണ്. ഇത്രയും വർഷം 60 വർഷം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമായി? ഈ ഓരോ ദിവസം ഓരോ ചെറിയ ചെറിയ ചേഞ്ചസ് വരെ നമ്മൾ അറിയണില്ല. എന്ന് വെച്ചാൽ ഈ ചേഞ്ചസ് സംഭവിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അതെ അതെ, അതങ്ങനെ അങ്ങനെ പോയി. ഒരിക്കൽ ഈ മാനസമൈനെ പാട്ട് TV ഇങ്ങനെ കാണുമ്പം ഞാൻ ചോദിച്ചു സാറിന് എന്ത് തോന്നുമെന്ന്. സാറ് പറഞ്ഞു എന്ത് നല്ലൊരു ചെറുക്കനായിരുന്നെന്ന് തോന്നുമെന്ന്. പഴയ സിനിമകൾ, സാറിൻ്റെ പഴയ സിനിമകളിരുന്ന് കാണുമ്പം വലിയ മോശമായിട്ട് തോന്നില്ല, അതിഗംഭീരമായിട്ടൊന്നും തോന്നില്ല, കണ്ട് ആസ്വദിച്ചിരിക്കും, ഇത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വലിയ അപാകതകളെങ്ങും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, വളരെ ഗംഭീരമായൊന്നും തോന്നിയിട്ടില്ല. സാറിന് സിനിമയ്ക്ക് പുറത്ത് ഒരുപാട് സൗഹൃദങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. സിനിമ പ്രവർത്തകരായിട്ടുള്ള ആളുകളുമായിട്ടും സൗഹൃദമുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്നതും അത് സാറിനെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു വലിയ സൗഹൃദ വലയം സാറിനുണ്ട്. കഴിഞ്ഞ പിറന്നാളിന് ബോംബെയിലുള്ള സാറിൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വരികയും അവർ ഭക്ഷണം എല്ലാം പുറത്തൊരു ഫ്ലാറ്റ് എടുത്ത് ബിരിയാണി ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് സാറുമായിട്ടിരുന്ന് കഴിച്ച ഓർമ്മയൊക്കെ ഉണ്ട്. വരുന്നുണ്ടവർ. അപ്പോൾ 23 സെപ്റ്റംബർ വരില്ല, അപ്പോൾ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും പിറന്നാളാണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് ചപ്പാട് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിനിമയ്ക്ക് പുറത്തുള്ള സൗഹൃദങ്ങളെ കുറിച്ച് സാറിൻ്റെ ഒരു എന്താണ്, എങ്ങനെയാണത്? ഇല്ല, അത് സിനിമയിലൊക്കെ പോണതിന് മുമ്പ് പിന്നെ കുറേ വർഷങ്ങൾ ജീവിച്ചില്ലേ, അപ്പോൾ സൗഹൃദങ്ങളുണ്ടായിരുന്നില്ലേ? ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അന്ന് തൊട്ടുള്ള ഏതെങ്കിലും കൂട്ടുകാരുമായിട്ട് ഇപ്പോഴും ആ കുടുംബങ്ങളുമായിട്ടുള്ള അന്ന് തൊട്ടുള്ള ആളുകൾ അവർ പോകുന്നത് വരെ അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു അല്ലേ? സത്യം പറഞ്ഞാൽ മിക്കവാറും ഉള്ളവരെല്ലാം സ്ഥലം വിട്ടു, ഇപ്പോൾ ഇല്ല. വളരെ അടുപ്പം ഉണ്ടായിരുന്നവർ ആരും തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയാം. അതുപോലെ ഈ ചെമ്മീനിൽ അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചെമ്മീൻ വായിച്ചിട്ടുണ്ടല്ലോ സാർ? ഉണ്ടല്ലോ. അപ്പോൾ അത് വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടോ ഇതൊരു സിനിമയായാൽ ഞാൻ അഭിനയിക്കേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന ക്യാരക്ടർ എനിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ആണ് അഭിനയിക്കുന്നതിന് മുന്നേ? സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിന് പഠിക്കുന്ന കാലത്തെ. അപ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന മുമ്പാണ് നോവൽ വരുന്നത്. ജസ്റ്റ് കോളേജിൽ കയറി ആ പീരീഡിലാണ്. അപ്പോൾ വായിക്കുമ്പോഴൊക്കെ ഈ ഞാനുമായിട്ടൊരു എന്തോ ഒരു ബന്ധം ആ ക്യാരക്ടറിനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം നിരാശ കാമുകന്മാരുടെ ഫോൺ കോളൊക്കെ വന്നിട്ടുണ്ടോ സാറത്? ധാരാളം വന്നിട്ടുണ്ട്. അങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളോട് എന്ത് പറഞ്ഞു സാറ്? ഞാൻ പറഞ്ഞു പ്രയാസപ്പെട്ടിട്ട് യാതൊരു ആവശ്യമില്ല, കാരണം എനിക്ക് പ്രയാസമില്ലല്ലോ. അങ്ങനെ പറഞ്ഞു. പരീക്കുട്ടി ഇപ്പോഴും നമ്മുടെ എല്ലാം ഒരു മനസ്സിൽ നഷ്ടപ്രണയത്തിൻ്റെ ഒരു വലിയ സിമ്പലായി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതിനെ ഏറ്റവും നന്നായി സാറ് സ്ക്രീനിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊക്കെ ആ ഒരു പാട്ടും അതുപോലെ തന്നെ ആ ഒരു അനുഭവം അത് ഈ കൂടുതൽ പ്രാവശ്യം അത് വായിച്ചു തരുന്ന ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലുണ്ടായിരുന്നു.
പിന്നെ ഒന്ന് പരീക്കുട്ടിയുടെ കാമുകന്മാർ, സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന കാമുകന്മാരെല്ലാം മരം ചുറ്റി ഓടി പാട്ട് പാടുന്നവരാണ് അല്ലേ? അതെ, കൂടുതൽ ഇവിടെ ഇയാൾ വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ. ഇയാളൊരുമാതിരി നിഷ്കാമ കർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇയാളെ മനസ്സിൻ്റെ അകത്ത് സ്നേഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു ചിന്ത ശാരീരികമായിട്ടോ മാനസികമായിട്ടോ കല്യാണം കഴിക്കണമെന്നോ കൂടെ താമസിപ്പിക്കണമെന്നോ പിള്ളേരുണ്ടാകണമെന്നോ കുടുംബം ഉണ്ടാക്കണം ഒന്നും ആലോചിക്കട്ടെ. ജസ്റ്റ് ലവ് ഫോർ ലവ് സേക്ക്. അതായിരുന്നു ഈ ക്യാരക്ടർ. അതാണ് ഈ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഈ പുതിയ കാലത്ത് നമുക്ക് ഒരുപാട് സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പം എനിക്കറിയാം സാറ് ഒരുപാട് ഇരുട്ടുന്നത് വരെ അല്ലെങ്കിൽ നല്ല അർദ്ധരാത്രിയെല്ലാം ഇരുന്ന് OTT പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണും. സിനിമ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് സാറിനൊരു ഇഷ്ടപ്പെട്ട, സാറിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം അതാണ്. അപ്പോൾ ഈ പുതിയ സിനിമകളൊക്കെ എങ്ങനെ കാണുന്നുണ്ടോ? അവസാനം കണ്ട സിനിമ ഇപ്പോൾ ഏതാ? പുതിയ സിനിമ ഞാൻ പറയും, എനിക്കവിടെ കുറച്ച് ഞാനൊരുമാതിരി ജനറേഷൻ മാറിയത് കാരണം ഇപ്പോഴത്തെ സിനിമകൾ പലതും എനിക്ക് മനസ്സിലാവണില്ല. ഒരു 10-15 മിനിറ്റ് കണ്ടു കഴിയാൻ നേരത്ത് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം, കഥ തന്നെ മനസ്സിലാകാതെ TV ഓഫ് ചെയ്ത് വയ്ക്കുക ചെയ്യണം. അതിൻ്റെ ഇടയിൽ ചില്ലറ പടങ്ങളുണ്ട്, നല്ല പടങ്ങളുണ്ട്, ബെറ്ററായിട്ടുള്ള. ഈ ആഖ്യാന ശൈലി, അത് അവതരിപ്പിക്കുന്ന രീതി സാറിന് അങ്ങോട്ട് അതെ, അവതരിപ്പിക്കുന്ന ഇത് ഈ എഴുത്തുകാരൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെയോ മനസ്സിലിങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ പിക്ചറൈസ് ചെയ്യുകയാണ് ഇപ്പം കാണുന്നത്. പണ്ട് ഈ ഫ്ലാഷ് ബാക്ക് വരുന്നതിന് മുമ്പ് പ്ലെയിനായിരുന്നല്ലോ എല്ലാം. ഫ്ലാഷ് ബാക്ക് വന്നപ്പോൾ തന്നെ അന്നുള്ള വയസ്സായ ആളുകൾക്ക് ഇതൊരു മനസ്സിലാകാതെ വന്നു, കൺഫ്യൂഷനായി. എന്തോ ഇത് അവർക്ക് പലരും സിനിമകളിൽ നിർത്തി. പക്ഷേ ഇതങ്ങനെയല്ല, ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഫ്ലാഷ് ബാക്കാണ്. മനസ്സിൽ എന്താ തോന്നുക അത് പിക്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണെന്ന് തോന്നണം പലപ്പോഴും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ പോകും, കൂടെ പോകാൻ പറ്റാതെ പോകും. എന്നാലും അടുത്തിറങ്ങി ഏതാ സാറ് ലാസ്റ്റ് കണ്ടത്? പ്രമയുഗം അത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് പ്രമയുഗം? എങ്ങനെ? അല്ല, അതിപ്പോഴത്തെ ഈ പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ആവശ്യമില്ല. അത് പഴയ പടങ്ങളുമായിട്ടും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പ്രത്യേക ശൈലിയാണ് ആ പടം. നല്ല പടമാണ്. മമ്മൂട്ടി മാത്രമല്ല, അതിൻ്റെ കൂടെ അഭിനയിക്കുന്ന 2-3 പേരുണ്ടല്ലോ, അവരൊക്കെ നന്നായിട്ട് ചെയ്തു. അർജുൻ, അശോക്, അവരെല്ലാം നന്നായി അഭിനയിച്ചു. സാറിന് ആ സിനിമ ഇഷ്ടമായില്ലേ? എനിക്ക് ആ സിനിമ ഇഷ്ടമായി. എനിക്ക് പോകാൻ അനുവാദമില്ല. മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് വന്നൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വണ്ണെന്ന് പറഞ്ഞ പടം. അപ്പം സാറ് ആ ഒരു ക്ഷണം വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുകയും അഭിനയിക്കുകയും ചെയ്തു. അപ്പം മമ്മൂട്ടി, മോഹൻലാൽ, ഈ 2 മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട താരങ്ങൾ, അവരുമായിട്ടുള്ളൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ എങ്ങനെയാണ്? ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹവും എന്താ പറയാനായിട്ട് വേണ്ടതൊന്നും മിക്കവരോട് വരും കാണുക. അതിന് മുമ്പും അങ്ങനെ തന്നെ. മമ്മൂട്ടി, മോഹൻലാൽ എൻ്റെ ഒരു അനിയന്മാരെ പോലെയാണ്, വീട്ടിൽ തന്നെയുള്ള മെമ്പേഴ്സിനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള. അവരും പെരുമാറുന്നത് അങ്ങനെയാണ്. നടന്മാർ ആണോ അല്ലേ എന്നുള്ള പ്രശ്നമല്ല. അതുപോലെ അമ്മയുടെ ഒരു പ്രസിഡൻ്റായി പ്രവർത്തിച്ചൊരു കാലം ഉണ്ടല്ലോ, അതിലേറ്റവും നല്ല വിധത്തിൽ കോർഡിനേഷൻ എല്ലാം നടന്നൊരു സമയം. സാറ് ഇത്രയധികം താരങ്ങൾ, അവരെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന ആ കാലം സാർ എങ്ങനെയാണെന്ന്? അതിപ്പോൾ അന്ന് ഈ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ആകെപ്പാട് പ്രശ്നമായിട്ട് വരുന്നത് എന്തെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല വഴക്കൂടുകയോ വല്ല സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കംപ്ലയിൻറ്റ് വരും. 2 പേരും കൂടെ പിടിച്ച് സംസാരിക്കുക, ആരും അറിയില്ല, ഓഫീസിൽ വിളിച്ച് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തീർക്കുക. ഇതല്ലാതെ വലിയൊരു പ്രശ്നമുണ്ടായിട്ടില്ല. ഒരു പക്ഷേ അതിന് കാരണം അന്ന് എൻ്റെ കാലത്ത് വലിയ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ വലിയ ഷോസ് നടത്തുക, കാശുണ്ടാക്കുക, അതൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി അങ്ങ് പോകുക എന്നുള്ളതുണ്ടായിരുന്നു. സാർ ഒരു സംവിധായകൻ എന്ന നിലയിൽ, അതുപോലൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എല്ലാം
അഭിനയത്തിനപ്പുറം സിനിമയുടെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ്. സാറ് ഒരു പ്രൊഡ്യൂസർ ആകുമ്പം സാർ എങ്ങനെയാണ്? ഞാൻ ഈ പ്രൊഡ്യൂസറായത് പണം മുടക്കുന്ന ആളെന്നുള്ള രീതിയിലുള്ള ആ രീതിയല്ല. ഈ പണം മാത്രം മുടക്കുന്ന ആളെ നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയണതിൽ അർത്ഥമില്ല. അയാളെ പ്രൊപ്പറേറ്റർ എന്നോ, അതെ, നമ്മൾ സാധാരണ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഈ കാശ് മുടക്കുന്ന ആളിനെയാണ്. ഇയാൾ ചിലപ്പം ഷൂട്ടിംഗ് സമയത്ത് സെറ്റിൽ വന്നിട്ടേ ഉണ്ടാവില്ല, ഷൂട്ടിങ് കണ്ടിരിക്കില്ല. ഈ ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ മാത്രമേ കണ്ടിരിക്കുകയുള്ളൂ, കാശ് കൊടുക്കലുമില്ലാതെ. പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഹൂ മേക്സ് ദ ഫിലിം, ഹീസ് ഓൾ ഇൻ ഓൾ. അയാളാണ് എല്ലാം ചെയ്യുന്ന ആളയാളുടെ ഇതാണ്. ഇപ്പോൾ അമേരിക്ക പോയാൽ പ്രൊഡ്യൂസർ എന്നൊരു ഇതേ വയ്ക്കില്ല, ഡയറക്ടർ എന്നേ വയ്ക്കില്ല, എല്ലാം കൂടെ ചേർത്തിട്ട്. അതെ, പ്രൊഡ്യൂസർ ഇസ് ദ റിയൽ മാൻ. അപ്പോൾ ഞാൻ മുഴുവൻ സംഗതി അതെ മുഴുവൻ സംഗതി ഞാൻ തന്നെ ചെയ്യും എന്നുള്ളതല്ല. ഇപ്പോൾ അവിടെ അതിന് വേണ്ടി മെസ്സ് ഉണ്ടാവുമല്ലോ, അടുക്കളയും കുക്കും ഉണ്ടാവില്ല, അത് ഞാൻ കുക്ക് ചെയ്യുമെന്നല്ല, പക്ഷെ അതുപോലെ ഞാൻ സൂപ്പർവൈസ് ചെയ്യുമെന്ന് ഞാൻ പറയാം. അതൊരു അനുഭവമാണ്. അതെ. അതുപോലെ തന്നെ സാറ് ഈ പൊതുപരിപാടികളിൽ കേരളത്തിൽ നിറഞ്ഞു നിന്ന് പങ്കെടുത്തൊരു വ്യക്തിയാണ്. സാംസ്കാരിക പരിപാടികളിൽ ഈ ക്ലബ്ബുകളുടെ പരിപാടിയായാലും വായനശാലകളുടെ, ഫിലിം സൊസൈറ്റികളുടെ പരിപാടി, ഇതിലൊക്കെ കാസർഗോഡ് തൊട്ട് ഇങ്ങ് പാറശാല വരെയുള്ള ഇത്തരം പരിപാടികളിലെല്ലാം സാറ് സജീവമായി പോയി പങ്കെടുത്ത് നാട്ടുമ്പുറത്തെ മനുഷ്യരെ നേരിട്ട് കണ്ട് സാറ് സംസാരിച്ച് തിരിച്ചു വരുന്ന ഒരു കാലം. അപ്പം അങ്ങനെ സിനിമയിൽ ആ ഒരു സ്ക്രീനിൽ കാണുന്ന മധുസാറിനെ സാധാരണക്കാർക്ക് അവരുടെ വീടിൻ്റെ അടുത്ത് ഒരു പരിപാടിക്ക് കാണാൻ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം സാറിന് അങ്ങനെ നേരിട്ട് ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ എല്ലാ പരിപാടികളും പോകുന്ന കുറച്ച് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം നമ്മൾ ഈ നാട്ടിലെ കഥയാണല്ലോ പറയുക, ഈ നാട്ടുകാരാണല്ലോ നമ്മുടെ സിനിമകൾ കാണില്ല. അപ്പോൾ അവരെല്ലാം കാണുക, അവരുടെ നാടുകളെല്ലാം കാണുക, അവിടെയുള്ള മനുഷ്യരുമായിട്ട് പെരുമാറുക, അതൊരു വല്ലാത്ത ഫീലിംഗാണ്. എന്തോ ഒരു ഭയങ്കര തൃപ്തി മനസ്സിന് തരുന്നതാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നവർക്ക് അവർക്ക് തൃപ്തിയും സന്തോഷവും ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ എനിക്കും തൃപ്തിയായിരുന്നു ഈ ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നത്. സാർ അങ്ങനെ കേരളത്തിൽ മുഴുവൻ സഞ്ചരിച്ചു, കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലെയും മലയാളി അസോസിയേഷനുകൾക്ക് പോയി, പല രാജ്യങ്ങളിലും പോയി. അപ്പം സാറിന് അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ നോക്കുകയാണെങ്കിൽ ഏത് പ്രദേശത്തിൻ്റെ, മലബാറിൻ്റെ ആണോ തിരുവിതാംകൂറിൻ്റെ ആണോ അതോ കൊച്ചിയുടെ ഏത് സ്ഥലത്തെ ഭക്ഷണത്തോടാണ് താല്പര്യം? ഭക്ഷണം ഞാൻ ഒന്നാമത് ഭക്ഷണത്തിനെ കുറിച്ച് അധികം ആലോചിക്കാറില്ല. ഒരു ഭക്ഷണവും മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. ശരി, അങ്ങനെ ഭക്ഷണം മോശമായിട്ട് നന്നായിട്ട് ചിലപ്പോൾ സാമ്പാറിന് ഉപ്പ് കാണില്ല, വേറെ ഒന്നിൽ ഉപ്പ് കൂടുതലായിരിക്കും, ചിലത് വെന്ത് കാണില്ല, ചിലതിൽ കല്ല് വെന്ത് കാണില്ല. കല്ലോ കല്ലതി കാണും. അങ്ങനെ ഈ ജീവിതത്തെ ഇങ്ങനെ ലളിതമായി രസകരമായൊക്കെ കാണാൻ കഴിയുന്ന എങ്ങനെയാണ്? അത് എന്നോട് ചോദിച്ചറിയില്ല, കാരണം ഞാനങ്ങനെ മനഃപൂർവ്വം കാണാൻ ശ്രമിച്ചിട്ടില്ല. ഈ തഗ്ഗടിക്കുന്ന എങ്ങനെയാണ്? തിരിച്ചിങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിലും ഇതായിട്ട് നർമ്മത്തോടു കൂടി മറുപടി പറയുന്നത് എങ്ങനെയാ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് പാടാൻ കഴിയുന്നു അല്ലേ, ചിലർക്ക് ഡാൻസ് ചെയ്യാൻ കഴിയണം, ചിലർക്ക് എഴുതാൻ കഴിയുന്നു, കവിത എഴുതാൻ കഴിയണം, ഡാൻസ് ചെയ്യാൻ കഴിയണം. അതുപോലെ ദൈവം തന്നൊരു ചെറിയൊരു സംഗതിയായിരിക്കാം ഇത്. ഞാൻ മനഃപൂർവ്വം ചെയ്യണതല്ല, പക്ഷെ അത് ആ സമയത്ത് കൃത്യമായി സാറ് പറയും എന്നുള്ളതാണ്. പണ്ട് ജ്യോത്സ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ ഒരു യോഗത്തിന് സാറിനെ ക്ഷണിച്ചപ്പം സാറ് ഉദ്ഘാടകനാണ്. അപ്പം അധ്യക്ഷനായി തീരുമാനിച്ച ആള് അന്നെന്തോ അസുഖം കാരണം വന്നില്ല, പകരക്കാരനാണ് അധ്യക്ഷൻ. അപ്പോൾ സാറ് പ്രസംഗത്തിൽ പറഞ്ഞു, അല്ല നിങ്ങൾ നോട്ടീസിൽ പേര് വയ്ക്കുമ്പോൾ ഒന്ന് കവടി നിരത്തി ഇന്ന് പങ്കെടുക്കാൻ കഴിയുന്ന ആളുടെ പേര് അധ്യക്ഷനായി വയ്ക്കും. ഇതുപോലെയൊക്കെയുള്ള തമാശകളൊക്കെ ആ സമയത്ത് പറയാൻ, അതൊക്കെ കൊണ്ടായിരിക്കും അല്ലേ അമ്മ പോലെയൊക്കെയുള്ള സംഘടനയെല്ലാം ആ ഒരു കോർഡിനേഷനിലെല്ലാം കൊണ്ടുപോകാൻ കഴിഞ്ഞതെല്ലാം. കുടുംബത്തിൽ എനിക്കറിയാം സാറ് ഭയങ്കര നല്ലൊരു അച്ഛനും, ഏറ്റവും നല്ലൊരു അച്ഛനാണ്, ഏറ്റവും നല്ലൊരു മുത്തശ്ശനാണ്. അതുപോലെ തന്നെ ഇപ്പം കൊച്ചുമകൻ്റെ മകൻ വന്നിരിക്കുകയാണ്. അവൻ
വല്യൂ എന്ന് വിളിച്ച് ഇവിടെ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ ഒരു അഫെക്ഷനാണ്. ഉമ്മച്ചേച്ചി ആയാലും, ഉമ്മച്ചേച്ചി സിനിമയിലാണല്ലോ PhD ചെയ്തത്. ഉമ്മച്ചേച്ചിയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഉമ്മച്ചേച്ചി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയവും ഉമ്മച്ചേച്ചിയുടെ ജീവിതമേ മധുസാറിന് വേണ്ടി മാറ്റിവെച്ചൊരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്കല്ലേ ഇവരുടെ അമ്മയ്ക്കും അതെ വീട്ടിലുള്ള ചുമതലകൾ കൂടുതലായിരുന്നു, ആരുമില്ല. അപ്പോൾ ഈ എവിടെയെങ്കിലും സ്ഥലത്ത് ട്രിവാൻഡ്രത്തല്ലാതെ എവിടെയെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയുടെ അമ്മ, വേറെ ആരുമില്ല വീട്ടിൽ. അപ്പോൾ വീട്ടിലങ്ങനെ ജോലിക്ക് പോകാൻ നിവൃത്തിയില്ലാത്തൊരു ഇത്, ജോലിക്ക് പോയാൽ തീരുന്നുള്ള ബുദ്ധിമുട്ടുകളുമില്ല. അപ്പോൾ പഠിച്ചു ജീവിച്ചു എന്നുള്ളതല്ലാതെ ജോലിയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. ത്രിലോക് എങ്ങനെയുണ്ട് സാറുമായിട്ട് കളിക്കുമ്പോഴും ഒരുമിച്ചിരിക്കും? മിടുക്കനാണ്. അവൻ്റെ അച്ഛനേക്കാളും അപ്പൂപ്പനേക്കാളും മിടുക്കനാണ്. ഇറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോഴും വായിച്ചിട്ടുള്ള സാറും അടൂർ ഭാസി സാറും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട താരങ്ങൾ നിന്ന സമയത്താണ് സാറ് സിനിമയിലേക്ക് വരുന്നത്, നസീർ സാറും സത്യൻ സാറും. പക്ഷേ നസീർ സാറും സത്യൻ സാറും നിൽക്കുമ്പോഴും മധുസാറിനെ ഹൃദയത്തോട് സ്വീകരിക്കുന്നതിൽ മലയാളി ഒരിക്കലും പിശുക്ക് കാണിച്ചിട്ടില്ല. അപ്പം ആ ഒരു കാലം എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ ഭാസി സാർ, അടൂർ ഭാസി സാറുമായിട്ടുള്ളൊരു സൗഹൃദം. അല്ല, ഭാസി എനിക്ക് ട്രിവാൻഡ്രത്ത് വെച്ച് അറിയാം. ഭാസി സ്റ്റേജിൽ നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. ഭാസിയുടെ പല നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില 1-2 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭാസിയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ രാമുകാരിയായിട്ടുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ആ മീറ്റിങ്ങിലാണ് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമില്ലേ എന്നോട് രാമുകാരിയായിട്ട് ചോദിക്കുന്നത്. ഇല്ല, എനിക്ക് അഭിനയത്തിലാണ് താല്പര്യം. സിനിമ തന്നെ. അതെ, അത് ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേരുന്നതിന് മുമ്പ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നില്ല. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഒരു പടത്തിൽ ചെറിയ റോളുണ്ട്, അഭിനയിക്കാമെന്ന്. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈം സംബഡി ആസ്ക്ഡ് മീ. അതിന് ഭാസിയും സാക്ഷിയാണ്. ഈ എന്നെ രാമുകാരിയേട്ടനെ ഇന്നലെയാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡായിട്ട് പരിചയപ്പെടുത്തിയതും ഭാസിയാണ്. പിന്നെ എൻ്റെ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ വില്ലനാക്കിയിട്ട് അങ്ങനെ ഹീറോ ആക്കി പടം എടുത്തിട്ടുണ്ട്. അല്ല പോറ്റിയോ സാർ സുബ്രഹ്മണ്യം പോറ്റിയൊക്കെ മാറിപ്പോയി. ഈ മീശ കണ്ടിട്ട് ആളറിഞ്ഞില്ലല്ലോ. ഇത്തിരി വർഷം അവളുതാ സാർ മീശ വന്നിരിക്കവരൊക്കെ. നമ്മട്ടെ പോറ്റിയൊന്നുമില്ല, പോറ്റി തന്നെ സുബ്രഹ്മണ്യം. സാർ ഞാൻ ആളാപ്പടം മാറിയിട്ടില്ല. നിലമണിഞ്ഞ കൽപ്പാടുകൾ അത് വേറെ പടം. അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് സ്ക്രീൻ ടെസ്റ്റിന് എൻ്റെ മേക്കപ്പ് ടെസ്റ്റിനായിട്ട് സ്ക്രീൻ ടെസ്റ്റിനായിട്ട് മദ്രാസിൽ ഞാൻ എത്തുന്നത്. അപ്പം മറ്റവരുടെ ഷൂട്ടിങ്ങൊന്നും ഇല്ല. ഈ 2 പേരും തമ്മിൽ അടുപ്പമുള്ളവരാണ്. അപ്പോൾ അവരുടെ സെറ്റ് കൊണ്ടുപോയി എൻ്റെ ടെസ്റ്റ് എടുത്തു. അപ്പോൾ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ശോഭന പരമേശ്വരൻ നായർ, അതിലൊരു ചെറിയ റോളുണ്ട്, ചെയ്യാമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ആദ്യമായത്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യാതെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കേണ്ടത് സംഭവിക്കും. അത് എല്ലാവരുടെ ജീവിതത്തിൽ ഇങ്ങനെ പലതും സംഭവിക്കാറുണ്ട്. സാറിൻ്റെ ജീവിതത്തിൽ പക്ഷേ ഏറ്റവും നല്ല കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. അതെ, നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട മധു സാറിനെ കിട്ടി എന്നുള്ളതാണ്. ഞാനിപ്പോൾ കുറച്ച് പെട്ടെന്ന് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങൾ. ഓണസദ്യ ഓർ ബിരിയാണി? ഓണസദ്യ അങ്ങനെ കാര്യമായിട്ട് ഓർമ്മിക്കാനല്ലേ. ഓണസദ്യ എന്ന് പറയുമ്പോൾ എന്നും വീട്ടിൽ പായസം വയ്ക്കില്ല, ഇത്രയും അധികം കറികളും ഉണ്ടാക്കില്ല അല്ലേ. പ്ലേറ്റിലിരുന്ന് കഴിക്കും, ഇലയിലല്ല കഴിക്കണം. ഓണത്തിന് ഇലയിലാണ് കഴിക്കുക. അന്ന് ധാരാളം കറികളുണ്ടാവും, പപ്പടവും അതിൻ്റെ കൂടെ വറ്റലും ഒന്നും വേണ്ട ഇല്ലേ. പിന്നെ പ്രഥമനം, ഇതൊന്നും ദിവസവും ഇല്ലല്ലോ. അതാണ് ഓണസദ്യ തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടിൽ ഒരെണ്ണം സെലക്ട് ചെയ്താൽ സാർ ഏത് സെലക്ട് ചെയ്യും? ഏത്? ഓണസദ്യ അല്ലെങ്കിൽ ബിരിയാണി? ഞാൻ അങ്ങനെ ആഹാരത്തിനെ കുറിച്ച് വലിയ, ഞാൻ രണ്ടും കുറേശ്ശെ കഴിക്കുന്നു. മറ്റൊന്ന്, പിന്നെ സാറിൻ്റെ മനസ്സിന് പ്രിയപ്പെട്ടത് NSD ആണോ അതോ ഉമ സ്റ്റുഡിയോ ആണോ? സ്റ്റുഡിയോയും ഇൻസ്റ്റിറ്റ്യൂട്ടും വേറെ വേറെ അല്ലേ. ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ? ഇപ്പോൾ ഇത് ഞാൻ
സ്കൂൾ ഓഫ് ഡ്രാമയെ തന്നെ സെലക്ട് ചെയ്യും. കാരണം ഉമാ സ്റ്റുഡിയോ ഇപ്പോൾ ഇല്ലല്ലോ, സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല. സിനിമ, പുസ്തകം, ഫുട്ബോൾ ഒരെണ്ണം സെലക്ട് ചെയ്ത. സിനിമ തന്നെ. ഫുട്ബോൾ കാണുന്നുണ്ടോ? ഉണ്ട്. ഏതാ സാറിൻ്റെ ഫേവറേറ്റ് ടീം? അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ടീമുണ്ടെങ്കിൽ അത് കാരണം ഫുട്ബോൾ അധികം കാണാറില്ല. കാണുന്ന അധികം ക്രിക്കറ്റാണ്. ക്രിക്കറ്റ്. കാരണം ഇന്ത്യക്ക് ഇപ്പോൾ ക്രിക്കറ്റിന് നല്ല ടീമുണ്ട്, ഫുട്ബോളിന് നല്ല ടീമില്ല. ആരാ ഫേവറേറ്റ് പ്ലെയർ? വിരാട് കോഹ്ലി. അതെ. മധു സാറിന് വളരെ അടുപ്പമുള്ള കുറച്ച് പേരുടെ പേര് പറയാം. ഇവരെക്കുറിച്ച് പറയുമ്പം സാറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് പറയാം. അടൂർ ഭാസി. വളരെ അടുത്തൊരു ഫ്രണ്ട്. എപ്പോൾ കൂടെ കഴിഞ്ഞിരുന്നാൽ ചിരിക്കാനേ സാധിക്കും. എത്ര നേരം ഇരുന്നാലും ചിരി തന്നെ ആയിരിക്കും ഭാസയുടെ അടുത്തിരുന്നാൽ. നസീർ സാർ? നസീർ അങ്ങനെ വളരെ ക്വയറ്റായിട്ട് ഇരുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നയാൾ. സത്യൻ സാർ? സത്യൻ സാർ അടുത്തിരിക്കുമ്പോൾ നമ്മളൊരു ഗുരു ഇരിക്കുന്ന ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. മോഹൻലാൽ? മോഹൻലാൽ ഒരു മിടുക്കനായിട്ടുള്ള ഒരു അനിയൻ. മമ്മൂട്ടി? മമ്മൂട്ടി മിടുക്കൻ മാത്രമല്ല, കുറേ കാര്യമായിട്ട് ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തി. ഈ സാറിൻ്റെ നായികമാരാ? ഷീലാമ്മ അവരുടെ സ്വന്തം കാര്യങ്ങൾ വളരെ എന്താ പറയാൻ കാര്യമായിട്ട് നോക്കുന്ന, തൻ്റെ ശരീരത്തിൽ നോക്കുന്ന പോലെ മനസ്സിനെയും ബാക്കി എല്ലാത്തിനെയും നോക്കുന്ന ഒരു സ്ത്രീയാണ്. മറ്റാരും ഇത്രയും ശ്രദ്ധിക്കാറില്ല. ജയഭാരതി? ജയഭാരതി ഇന്നലെ ഇവിടുന്ന് ആയുർവേദ ചികിത്സ കഴിഞ്ഞ് പോയതേ ഉള്ളൂ. ആണോ? തിരുവനന്തപുരത്തുണ്ടായിരുന്നു. സാറിനെ വന്ന് കണ്ടു. ഇന്നലെ കാണാൻ പ്ലാനിട്ട് വരാൻ പറ്റിയില്ല. ശാരദാമ്മ? ശാരദയാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. ശാരദ ഇസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ശ്രീവിദ്യ? എനിക്കൊരു മിഡിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിനെ പറ്റിയ ഒരു ഹീറോയിൻ അവരായിരുന്നു. സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഷി വാസ് എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരു നടി മാത്രമല്ലായിരുന്നു, പാട്ടുകാരിയായിരുന്നു, ഡാൻസറായിരുന്നു. അതിലൊക്കെ എനിക്ക് അവരുടെ അടുത്ത് ബഹുമാനമുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഹിന്ദി ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, ഏത് ഭാഷ ആയിക്കോട്ടെ, തെലുങ്കോ കർണാടകമോ മലയാളം, അവരുടെ വോയിസ് അവർ തന്നെ ഡബ് ചെയ്യണേ. വേറൊരാളിനെ കൊണ്ട് അവർ ഡബ് ചെയ്യിക്കില്ല. ഇത് മലയാളത്തിൽ അഭിനയിക്കുന്ന ഹീറോയിൻസ് പലരെയും കൊണ്ടാണ് ഡബ് ചെയ്യണം മലയാളം. ഒരു മലയാളി അല്ലാത്ത അവർ ഒരിക്കലും ഡബ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ ആ ഒരു കപ്പാസിറ്റി വലിയ കപ്പാസിറ്റിയാണ്. ഭാഷ, ഒരു അന്യഭാഷ പഠിച്ച് അതൊരു താനെ വന്നു പോണതാണ്, വരുന്നതാണ്. മനഃപൂർവ്വം പഠിച്ചാലും ശരിയാവില്ല. ഞാൻ ഒരു 4 പാട്ട് പറയാം. ഇതിലേത് പാട്ടാണ് സാർ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഓമലാളെ, മാനസമൈനെ, മാണിക്യ വീണയുമായൻ, അനുരാഗ ഗാനം പോലെ. മാണിക്യ പാടുന്നോ ഒരു വരി? ഇല്ല, പാടിന് ഞാൻ അപമാനിക്കണം. മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമരപ്പൂവിലുണർന്നവളെ, പാടുകില്ലേ വീണമീട്ടുകില്ലേ, നിന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ, ഒന്നും മിണ്ടുകില്ലേ. തകഴി സാറിനെ ഒറ്റ വരിയിൽ നിർവചിച്ചാൽ? അത് എനിക്കെന്തെങ്കിലും ചിന്തിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ ആലോചിച്ച് നിശ്ചയിച്ചു കഴിഞ്ഞു. പിന്നെ മോനായിട്ട് അംഗീകരിച്ചു. ബലിക്കുട്ടി. അത് സത്യം എൻ്റെ പറഞ്ഞോട് പറഞ്ഞതാ. നീ എൻ്റെ മോനാണ് ബലിക്കുട്ടി. സി രാധാകൃഷ്ണൻ നല്ലൊരു എന്തെന്ന് പറയാൻ, ഈ ജീവിതത്തിനെയും സീരിയസ് ആയിട്ട് കാണുക, സാഹിത്യത്തിനെയും സീരിയസ് ആയിട്ട് കാണുക, സിനിമയും സീരിയസ് ആയിട്ട് കാണുക, അതേസമയം എല്ലായിടത്തും സ്നേഹമായിട്ട് പെരുമാറിയിട്ടൊരു എന്തെന്ന് പറയാൻ നല്ല മനുഷ്യനായിട്ട് കഴിയുക. ഇത്രയും കഴിവുകളുള്ള ഒരു പണ്ഡിതനുമാണ് എം ടി. അങ്ങനെ അധികം ആരുടെ നിന്നും അടുക്കുകയും സംസാരിക്കുകയൊന്നും പോകാൻ ചെയ്യാറില്ല. എം ടി കൂടുതലും ഒരു ചിന്തയാണ് എം ടിക്ക് കൂടുതൽ. എം ടിയായിട്ട് വളരെ ഒരു ഫ്രണ്ടിനെ പോലെയുള്ളൊരു അടുപ്പമായിരുന്നു. ഒരു എം ടി എഴുത്തുകാരനെന്ന് ഞാനൊരു നടനാണെന്നുള്ള രീതിയിലുള്ളതല്ല, ജസ്റ്റ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു. എം ടി ഇവിടെ വന്നാലും ഞാൻ അവിടെ പോയാലും ഞങ്ങൾ പെരുമാറിക്കൊണ്ടിരുന്നു. ഒരുമിച്ച് പല സ്ഥലത്തും പോയിട്ടുണ്ട്. വളരെ ഇതായിരുന്നു. എം ടിയുടെ ഏതെങ്കിലും ഒരു കഥാപാത്രം സിനിമയായപ്പോൾ
ഇത് ഞാൻ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? കിട്ടാതെ പോയൊരു അവസരമായിട്ടാണ്? ഇല്ല, ഞാൻ ചെയ്ത കഥാപാത്രങ്ങളല്ലാതെ വേറെ വന്ന കഥാപാത്രങ്ങളൊന്നും ഞാൻ ചെയ്തെങ്കിൽ നന്നായതിനെന്ന് തോന്നിയിട്ടില്ല. പിന്നെ എഴുത്തിൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. സാറ് പുതിയ പുതിയ കാര്യങ്ങളെ എപ്പോഴും ഇഷ്ടപ്പെടുകയും അത് പഠിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കാരണം കമ്പ്യൂട്ടർ, അതിൻ്റെ ഉപയോഗം, പിന്നീട് ഫോൺ വരുന്ന സമയത്ത് അതിനകത്തുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു പുതിയ തലമുറയുടെ ഒരു പുതിയ കാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ കൊച്ചുമോൻ്റെ ഭാര്യയും എപ്പോഴും സാറിനോടൊപ്പം ഇവിടെയുണ്ട്. സാറുമായിട്ട് എപ്പോഴും അവർ സംസാരിക്കാറ്, ഒരുപാട് സമയം കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയെ എങ്ങനെയാണ് സാർ അവരുടെ ഒരു പുതിയ തലമുറ എന്താ പറയാൻ, പണ്ട് ഈ പുതിയ തലമുറ പിള്ളേർക്കെല്ലാം മൂത്തവരാണല്ലോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ടെലിഫോണിലോ ക്യാമറയിലോ ടി വിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇളയ തലമുറയെ വിളിച്ചാൽ ചോദിക്കുന്നത് എങ്ങനെയാണ് ശരിപ്പെടുത്തുക എന്നുള്ളത്. അപ്പം മോഡേണായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ പുതിയ തലമുറ നമ്മുടെ ഗുരുക്കന്മാരാണ്. ഞാൻ വെറുതെ അറിയല്ല, തീർച്ചയായും എന്തെങ്കിലും ഒരു ട്രബിള് ഫോണിന് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പോൾ ഞാൻ അവനെ വിളിക്കും, വിശാഖിനെ. അവൻ വന്ന് ശരിപ്പെടുത്തും. ടി വിയിൽ എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അവനെ വിളിച്ചാൽ അവൻ ശരിപ്പെടുത്തി തരും. അവരുടെ ഒരു കാഴ്ചപ്പാടിനകത്ത്, പുതിയ തലമുറയുടെ ചിന്തഗതിക്കകത്ത് സാറ് യുവാവായിരുന്ന കൗമാരപ്രായക്കാരനായിരുന്ന സമയത്ത് ചിന്തിക്കുന്നത് പോലാണോ ഇപ്പോഴത്തെ തലമുറ ചിന്തിക്കുന്നത്? അത് തലമുറയെ അന്വേഷിക്കണല്ലോ, ഓരോ മനുഷ്യരുടെയും തന്നെ ചിന്താഗതി വേറെ വേറെ ഇല്ലേ. അവന് തലമുറയെക്കുറിച്ച് പ്രത്യേകം ചോദിക്കാനുണ്ട്. ആ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ എല്ലാ മാറ്റങ്ങളെയും ഇഷ്ടപ്പെടുകയും അതിനെയെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരു അതുല്യനായ പ്രതിഭയാണ് നമ്മുടെ കൂടെ ഈ ഓണനാളിൽ ഉള്ളത്. മലയാളിയുടെ പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാം സ്നേഹവും അതുപോലെ തന്നെ ആദരവും ബഹുമാനവും എല്ലാമുള്ള പ്രിയങ്കരനായ മധു സാർ ഇനിയും ഒരുപാട് ഓണങ്ങളിൽ മലയാളിക്കൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. സാറിനും സാറിൻ്റെ വളരെ സന്തോഷം നിറഞ്ഞ കുടുംബത്തിനും, ഞങ്ങളുടെ കൈരളി കുടുംബത്തിൻ്റെയും കൈരളി പ്രേക്ഷകരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു വെരി മച്ച്. എല്ലാവരും മനോഹരമായിട്ട് ആഘോഷിക്കുക ഓണം. എല്ലാ ഓണവും ഒന്നുപോലെ തന്നെ ഈ ഓണം കുറേ കൂടെ നന്നാകട്ടെ, ഭംഗിയായിരിക്കട്ടെ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കാണല്ലോ ഓണം. എല്ലാവരുടെയും വീട്ടിലെ കുഞ്ഞുങ്ങൾ ഓണം ആഘോഷിക്കട്ടെ.